സർ, ഉരുൾപൊട്ടലിനെ കുറിച്ച് പറയുമ്പോഴാണ് ഇപ്പോൾ വേനൽ മഴയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉരുൾപൊട്ടൽ ഇപ്പോൾ വേനൽ മഴയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്നൊക്കെ ചിലപ്പോൾ മഴക്കാലത്തല്ലേ അത് ഉണ്ടാകുന്നതൊക്കെ ചില സംശയങ്ങളുണ്ടാവാം. ഇപ്പോൾ വയനാട് പോലും ഒരുപക്ഷെ നമുക്ക് ആ വലിയ ദുരന്തം, ആൾനാശം ഒഴിവാക്കാമായിരുന്നു. പലരും അതിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, മാറി താമസിക്കണമെന്ന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്ന് പിന്നീട് ദുരന്തത്തിന് ശേഷം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഉരുൾപൊട്ടലിൻ്റെ എന്തൊക്കെ സൂചനകളാണ്, ഉരുൾപൊട്ടൽ ഉണ്ടാവണം എന്നുള്ളതിൻ്റെ സൂചനകൾ എന്തൊക്കെയാണ്? ഇത്ര നേരം മഴ പെയ്യണോ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ? എന്തെങ്കിലും നമുക്കത് മുൻകൂട്ടി പറയാൻ പറ്റുമോ? ആ മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കാൻ പറ്റുന്ന, നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടോ സാർ? ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലയാണ്, അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകണം, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഈ ഒരു പ്രദേശത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഈ ഉരുൾപൊട്ടലിൻ്റെ ശാസ്ത്രീയമായ വസ്തുത വിവരണത്തിനുള്ള ആളല്ല ഞാൻ. ആക്ച്വലി ഞാൻ അതിലല്ല എൻ്റെ എക്സ്പെർട്ടൈസ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഒരു ക്ലാരിഫിക്കേഷൻ ചെയ്യാനുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ചില സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരു തെറ്റായ രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരു പകുതി സത്യമായിട്ടുള്ള ഒരു വാർത്തയാണ് പ്രചരിച്ചിട്ടുള്ളത്. കാലാവസ്ഥാ വകുപ്പ് കേരളത്തിന് പ്രത്യേകമായൊരു ഉരുൾപൊട്ടൽ സാധ്യത മുന്നറിയിപ്പ് നൽകുന്നുള്ളത്. ആക്ച്വലി അതല്ല. അത് നമുക്ക് ചില SOP കളുണ്ട്. ഇപ്പോൾ യെല്ലോ അലേർട്ടിനുള്ള മഴ പെയ്യുന്ന സമയത്ത് സാധാരണ അവരുടെ SOP അനുസരിച്ച് അവർ ചില പ്രതീക്ഷിക്കാവുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞ് തരുന്ന ഒരു കാര്യം മാത്രമാണ്. നമ്മൾ ഈ ഒരു വേനൽ സമയത്ത് നമുക്ക് താങ്കൾ സൂചിപ്പിച്ച പോലെ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിനോ ഉള്ള ഒരു സാഹചര്യം വളരെ 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 കുറവാണ്. അതിതീവ്ര സ്വഭാവത്തിലുള്ള മഴയാണ് പൊതുവേ നമുക്ക് ഉരുൾപൊട്ടലിലേക്കൊരു ട്രിഗറായി മാറുക. ഉരുൾപൊട്ടലിന് പ്രധാനമായിട്ടും കുറേ ജിയോളജിക്കൽ ഫാക്ടേഴ്സാണ്. പ്രദേശത്തിൻ്റെ ചരിവ്, മണ്ണിൻ്റെ സ്വഭാവം, ഈ മണ്ണ് എത്രത്തോളം സാച്ചുറേറ്റഡ് ആണ്, കുതിർന്നിട്ടുള്ള അവസ്ഥയിലാണ്, തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള ഘടകം. അതിനോട് ട്രിഗറിങ് ഫാക്ടറായിട്ട് വർക്ക് ചെയ്യപ്പോഴും നമ്മുടെ അതിതീവ്ര സ്വഭാവത്തിലുള്ള മഴയായിട്ടാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അനുഭവം ഉള്ളത്. പക്ഷേ നമുക്കൊരു അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നിലവിലില്ല. ഒരുപക്ഷെ മെയ് മാസത്തോടു കൂടിയൊക്കെ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ബംഗാൾ ഉൾക്കടലിലോ അല്ലെങ്കിൽ അറബിക്കടലിലോ ഉണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ചില തീവ്ര സ്വഭാവത്തിലുള്ള മഴ ഉണ്ടാവാം. പക്ഷേ നിലവിൽ അങ്ങനത്തെ ഒരു ഫോർകാസ്റ്റ് നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം ആശങ്ക ആർക്കും അതിൽ തന്നെ ഉണ്ടാവേണ്ട കാര്യമില്ല. ഈ സമയം നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമാണ്. പാനിക് ആവുകയോ തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയോ ചെയ്യേണ്ട ഒരു സമയമല്ല. എന്നാൽ യെല്ലോ അലേർട്ട് ഉണ്ടായിരുന്നു കേരളത്തിന്. അതിൻ്റെ ഭാഗമായിട്ട് മഴയുണ്ട്. യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു 10 സെൻറ്റിമീറ്റർ വരെയൊക്കെയുള്ള മഴ, അല്ലെങ്കിൽ 6 മുതൽ 11 സെൻറ്റിമീറ്റർ വരെയുള്ള മഴ ലഭിക്കും 24 മണിക്കൂറിൽ എന്നാണ് അതിൻ്റെ ഒരു കണക്ക്. എന്നാൽ അതിതീവ്ര സ്വഭാവത്തിലുള്ള മഴ, പലപ്പോഴും നമുക്ക് ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഒക്കെ എത്തിക്കുന്ന രീതിയിലേക്കുള്ള മഴ എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്ററിന് മുകളിൽ, 200 മില്ലിമീറ്ററിന് മുകളിൽ മഴ 24 മണിക്കൂറിന് മുകളിൽ പെയ്യുമ്പോഴാണ്. അപ്പോഴാണ് നമ്മൾ റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിക്കുക, എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ എന്നുള്ള മുന്നറിയിപ്പ് നൽകുക. ഇതിൽ നമുക്ക് ഓറഞ്ച് അലേർട്ട് പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആശങ്കയുടെ ആവശ്യമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, താങ്കൾ പറഞ്ഞ പോലെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഇതിനോടകം തന്നെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. നമ്മുടെയൊക്കെ പലതരം പഠനങ്ങളുടെ മാപ്പുകൾ ലഭ്യമാണ്. നിങ്ങളുടെയൊക്കെ പ്രദേശം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമാണോ ഇല്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാൻ തന്നെ കഴിയും. ഇപ്പോൾ എല്ലാവരും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് സജീവമായിട്ട് ഇതിൻ്റെ ക്യാമ്പയിനുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. ചിലയിടങ്ങളിൽ കൂടുതൽ ഇതിൻ്റെ തീവ്ര സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അത്തരം സ്ഥലങ്ങളിൽ മുന്നറിയിപ്പുകൾ ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പറും വില്ലേജ് ഓഫീസറും ഒക്കെ ചേർന്നുകൊണ്ട് ക്യാമ്പുകൾ ആരംഭിക്കുകയും മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി ആളുകളെ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ അവഗണിക്കാറാണ് പതിവ്. ഇത്തരം സാഹചര്യം നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും സുരക്ഷിതമാണെന്ന് കരുതുന്ന പല പ്രദേശങ്ങളും ഉൾപ്പെടെ നമുക്ക് അപകടത്തിൽപ്പെടുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മഴക്കാല മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. അപ്പോൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് കൃത്യമായി മുന്നറിയിപ്പുകളൊക്കെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഞങ്ങൾ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് അറിയിപ്പുകൾ കൊടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുന്നൊരുക്ക യോഗങ്ങൾ ഇതിനോടകം തന്നെ നടന്നു. എല്ലാ ജില്ലയിലും ജില്ലാതലത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗം നടക്കുന്നു. അതിൽ കൊടുത്തുള്ള നിർദ്ദേശങ്ങളിൽ പ്രാദേശികമായി ഈ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എങ്ങനെ ശക്തിപ്പെടുത്താമെന്നൊക്കെയുള്ള ആലോചനകളുണ്ട്. അപ്പോൾ അത് ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പലപ്പോഴും രാത്രിയിലാണ് ഈ അപകടങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത്. പകൽ സമയത്ത് നമ്മൾ അപകടമില്ലാന്ന് കരുതിയിട്ട് മുന്നറിയിപ്പുള്ള ഒരു ഘട്ടത്തിൽ മാറാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കുന്നൊരു സമീപനം. അത് മാറണം. നമ്മൾ രാത്രി സമയത്ത് പരമാവധി ഈ അപകട സാധ്യതയുള്ള സ്ഥലത്തുനിന്ന് ആളുകൾ മാറി താമസിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ അങ്ങനത്തെ മുന്നറിയിപ്പുകളില്ല. പക്ഷേ മഴക്കാലത്തേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ മെയ് അവസാനത്തോടു കൂടി നമ്മുടെ മഴ സജീവമാവുകയാണെങ്കിൽ, മൺസൂൺ നേരത്തെ എത്തുകയാണെങ്കിൽ നമുക്ക് ജൂൺ മാസത്തിൽ തന്നെ ചില അപകടങ്ങൾക്കുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നമുക്ക് വേനൽമഴ ഇപ്പോൾ ഇതുവരെ ലഭിച്ചു.
ഏപ്രിൽ മെയ് മാസത്തിൽ നമുക്ക് വേനൽ മഴ നല്ല രീതിയിൽ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ മണ്ണ് കുതിർന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ നമുക്ക് അത്തരത്തിലുള്ള സൂചനകളൊന്നും ജിയോളജിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നാലും കാലാവസ്ഥാ വകുപ്പ് മഴയുടെ അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പ് അല്ലെങ്കിൽ അതിശക്തമായ മഴയുടെ മുന്നറിയിപ്പ് നൽകുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സമയത്ത് നമ്മൾ പരമാവധി അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പുകളൊക്കെ ഷെയർ ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവണം. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടൊരു ബന്ധം ഉണ്ടാവണം. നമ്മുടെ പഞ്ചായത്ത് മെമ്പറായിട്ടും നാട്ടിലെ വളണ്ടിയേഴ്സ് ഉണ്ട്, അബ്ദാമിത്ര, അതുപോലെ സിവിൽ ഡിഫൻസ്, സന്നദ്ധ സേന എന്നൊക്കെ പറയുന്ന പരിശീലനം ലഭിച്ച വളണ്ടിയർമാരുണ്ട്. അപ്പോൾ അവരൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രാദേശികമായ കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ട് മുന്നറിയിപ്പുകൾ ആളുകളിലേക്ക് എത്താനും അത് പ്രചരിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ പ്രദേശം ഇത്തരത്തിൽ അപകട സാധ്യതയുള്ളതാണെന്ന് നമുക്കറിയാണെങ്കിൽ, അല്ലെങ്കിൽ അത് നമുക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ദുരന്ത നിവാരണ അതോറിറ്റി വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശത്താണ് നിങ്ങൾ ഉള്ളതെന്ന് അറിയാം. ഏറ്റവും തീവ്രത കൂടിയ സ്ഥലമാണോ തീവ്രത കുറഞ്ഞ സ്ഥലമാണോ എന്നൊക്കെ നമുക്കറിയാം. തീവ്രത കൂടിയ സ്ഥലമാണെങ്കിൽ നമ്മൾ തന്നെ ഇതിനോടകം പലപ്പോഴും നിങ്ങളോട് മാറി താമസിക്കാൻ, പെർമനൻ്റ് ആയിട്ട് മാറി താമസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തന്ന് നിങ്ങളെ മാറ്റാനുള്ള ഒരു പ്രൊജക്റ്റ് ഒരു പ്രൊജക്റ്റ് തന്നെ നടക്കുന്നുണ്ട്. അത് പലരും ഇപ്പോൾ വയനാട് ഉൾപ്പെടെ ഈ അപകടം സംഭവിച്ച സ്ഥലത്ത് ഉൾപ്പെടെയുള്ള ആളുകളെ അത് അറിയിക്കുകയും മുന്നേ അവർ പല ആൾക്കാരും ചില ആൾക്കാരൊക്കെ മാറി അവിടുന്ന് മുന്നേ സ്ഥിരമായി മാറിയവരുണ്ട്. ഇനി അങ്ങോട്ടും അത്തരം അപകടമുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ പൂർണ്ണമായും മാറ്റുക എന്നുള്ളത് നമുക്ക് സാധിക്കുന്നത്. പക്ഷേ അത് എളുപ്പം സാധിക്കില്ല. കാരണം നമ്മുടെ ലൈവ്ലിഹുഡ്, നമ്മൾ ജീവിച്ചു വളർന്ന സ്ഥലം, നമ്മൾ 100 വർഷത്തോളം അല്ലെങ്കിൽ 50 വർഷത്തോളം തലമുറകളായി ജീവിക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ നമുക്ക് നമ്മുടെ മാറുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസത്തിൽ നമ്മുടെ പൊതു സ്വഭാവങ്ങൾ, പരിസ്ഥിതിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. അപ്പോൾ ആ സ്വഭാവത്തിനനുസരിച്ച് ചില കോംപ്രമൈസുകൾക്ക് നമ്മൾ തയ്യാറാവേണ്ടി വരും, ചില ത്യാഗം സഹിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു വിശാലമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഏറ്റവും അപകട സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ അവിടുന്ന് പൂർണ്ണമായിട്ട് മാറുക എന്നുള്ളതാണ്. അതിനുവേണ്ട എല്ലാ സഹായങ്ങൾക്കും സർക്കാർ സംവിധാനങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് മുന്നൊരുക്കങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം നമുക്ക് വയനാട് വലിയൊരു അപകടം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ പലപ്പോഴും നടക്കുമ്പോൾ ആളുകൾ കൂടുതൽ പാനിക്കാവാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ടാണ് വീണ്ടും അത് പറയുന്നത്. അത്തരം പ്രചരണങ്ങൾ നമ്മൾ ആരും നടത്തുകയും ചെയ്യരുത്. ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾ വഴിയും, പിന്നെ അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണെങ്കിലും റേഡിയോകൾ വഴിയാണെങ്കിലും ഒക്കെ ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യമായ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കും. അത് ഒതൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1077 1070 തുടങ്ങിയ പിന്നെ ടോൾ ഫ്രീ നമ്പറിൽ അല്ലെങ്കിൽ 112 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് വെരിഫൈ ചെയ്യാൻ പറ്റും. അല്ലാത്ത മുന്നറിയിപ്പുകളൊന്നും നിങ്ങൾ പ്രചരിപ്പിച്ച ആളുകളെ പ്രയാസത്തിലാക്കരുത്. നമ്മളൊരു പക്ഷേ വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തിരുന്നായിരിക്കും മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും പ്രയാസപ്പെടുന്ന സ്ഥലത്തുള്ള ആളുകൾ അതുമൂലം മാത്രം ഒരുപാട് മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലുണ്ടാവണം.